കോൺഗ്രസിനുള്ളിൽ പുകയുന്ന പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസം ചാണ്ടി ഉമ്മൻ തുറന്നു പറഞ്ഞ് രംഗത്തേക്ക് വന്നിരുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ എല്ലാവർക്കും ചുമതലകൾ വീതം വെച്ച് നൽകിയെങ്കിലും കോൺഗ്രസ് തന്നെ അവഗണിച്ചുവെന്നും ഉപതെരഞ്ഞെടുപ്പിൽ ഒരു തവണ മാത്രമാണ് പാലക്കാട് പോകാൻ അവസരം ലഭിച്ചതെന്നുമാണ് ചാണ്ടി ഉമ്മൻ പറഞ്ഞത്. എന്തായാലും തൊട്ടു പിന്നാലെ കോൺഗ്രസിന്റെ സൈബർ ഇടങ്ങളിൽ നിന്ന് പോലും ചാണ്ടി ഉമ്മനെതിരെ ശക്തമായ വിമർശനങ്ങൾ പുറത്തുവന്നു. ഇതിനെതിരെ ചാണ്ടി ഉമ്മൻ ശക്തമായി തന്നെ പ്രതികരിച്ചു. താൻ BJP-യിലേക്ക് പോകുമെന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾക്കായിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്നത്. കോൺഗ്രസുകാർ ആണെങ്കിൽ അങ്ങനെ ചെയ്യില്ല, മരിച്ചുപോയ തന്റെ പിതാവിനടക്കം അധിക്ഷേപിക്കുന്നു എന്നുമെല്ലാം ചാണ്ടി ഉമ്മൻ പറയുന്നുണ്ട്. വൈകാരികമായ ചാണ്ടി ഉമ്മൻ പ്രതികരിച്ച ആ വീഡിയോ ഒന്ന് കാണാം. ഇത്ര അസഹിഷ്ണുതായ ഇത്ര ക്ഷമയിലായ കോൺഗ്രസ്സുകാർ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പറയുന്നവരെ കോൺഗ്രസ് ആയിരിക്കില്ല. എന്റെ പിതാവിനെ പറ്റി പറയുന്നു, എന്റെ പിതാവിനെ അവമാനിക്കുന്നു. ഓരോ പേപ്പർ സ്ഥാപനവും നിങ്ങൾ കോൺഗ്രസ്സുകാരാണെങ്കിൽ ഉമ്മൻചാണ്ടി ആക്ഷേപിക്കുമോ? എന്നെ ആക്ഷേപിച്ചു. എന്റെ പിതാവിനെ കലയെ ആക്ഷേപിക്കുമോ? മനോവിഷമോടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്കറിയാം, 45ഓളം പഞ്ചായത്തുകൾ, 2 അസംബ്ലി, ഒരു പാർലമെന്റ് രംഗത്തുണ്ട്. 40ഓളം പഞ്ചായത്ത്. എനിക്കൊരു പഞ്ചായത്ത് പോലും തന്നില്ല. എന്റെ ലക്ഷ്യം നടന്നപ്പോൾ 2 കൊല്ലക്കാലം ഒരു പഞ്ചായത്ത് ഉണ്ടായിരുന്നു. അവരുന്നത് സനീഷ് ജോസഫും സജി ജോസഫും. ഞാൻ തീരുമാനം എടുത്തു, 45ഓളം പഞ്ചായത്തിൽ ഒരു പഞ്ചായത്ത് പോലും എനിക്ക് തരുന്നില്ലെങ്കിൽ ഞാൻ പിന്നെ പാർട്ടി പറയാൻ പോകുന്നത് ശരിയല്ല. ഞാനൊരു MLA അല്ലേ, പുതുപ്പള്ളി ജനങ്ങൾ എന്നെ കൈവിട്ട് സ്വീകരിച്ചതല്ലേ. ഞാൻ നിങ്ങളോടൊപ്പം എല്ലാ പ്രവർത്തനവും നടത്തിയിരിക്കുന്നത് ഈ നാട്ടിൽ ഐക്യമുണ്ടാകുവാൻ, സമാധാനം ഉണ്ടാകുവാൻ, ഇവിടുത്തെ കുട്ടികൾക്ക് നന്മ ഉണ്ടാകുവാൻ. ഞാൻ ഇവിടെ മാത്രമല്ല, ലോകത്തിലെല്ലാം പ്രവർത്തിക്കുന്നത് കാണുന്നില്ലേ. ഈ നാട്ടിൽ സമാധാനം ഉണ്ടാകും, മതത്തിലെ സംഘർഷം ഉണ്ടാകരുത് എന്ന് പറഞ്ഞ വലിയ മഹത്വങ്ങൾ ഈ നാട്ടിൽ ജീവിച്ചിരുന്നു. അത് ലോകം ഒരുപാട് എത്തിക്കണം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. അത് പറഞ്ഞ് പോകുമ്പോൾ ഇവിടെ ഈ തരത്തിലുള്ള ആക്ഷേപമാണ്. ഞാനൊന്നും പറഞ്ഞില്ല. 45 സ്ഥലങ്ങൾ ഒന്നിലെങ്കിലും എന്നെ ചാർജ് തരുന്നത്, ബാക്കിയുള്ള എല്ലാവർക്കും കൊടുത്തു. എനിക്കൊരു ചാർജ് തരാത്തത് ഞാൻ സൂചിപ്പിച്ചതിന്റെ പേരിൽ എന്നെ ഈ തരത്തിൽ ആക്രമിക്കുന്നത് എന്റെ പിതാവിനെ ആക്രമിക്കുന്നത്. നിങ്ങളെ കോൺഗ്രസ്സുകാരാണ് ഞാൻ കരുതുന്നില്ല. എന്നെ ആക്രമിക്കുന്നുണ്ട്. കോൺഗ്രസ്സുകാരായ വ്യക്തി ഉമ്മൻചാണ്ടിയും അദ്ദേഹത്തിന്റെ മരണശേഷം കല്ലറയും അദ്ദേഹത്തെ ആക്രമിക്കുന്നില്ല. ദൈവത്തെ ഓർത്ത് ഇത് നിങ്ങൾ അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത്. ഞാൻ മനോവശമാണ്. കാരണം എന്റെ പിതാവ് എന്റെ ജീവിതത്തിലെല്ലാമാണ്. എന്നെ അദ്ദേഹം രാഷ്ട്രീയമായി യാഥാർത്ഥ്യം സാധിച്ചിട്ടില്ല. ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് പോലുമില്ല. അദ്ദേഹം ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ഇലക്ഷൻ എഴുതുന്നതല്ലാതെ ഞാനൊരു നേട്ടം ഉണ്ടാക്കാതെ ഞാനവിടെ വന്നിട്ടില്ല. ഞാനൊരു നേട്ടം രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയിട്ടില്ല. എന്റെ പിതാവിന്റെ പേരിൽ ഞാനൊരു നേട്ടം ഉണ്ടാക്കിയില്ല. പക്ഷെ ഞാൻ ഈ പാർട്ടിയെ സ്നേഹിച്ച വ്യക്തിയാണ്. ഈ പാർട്ടിക്ക് വേണ്ടി എന്റെ നേതാവ് രാഹുൽ ഗാന്ധിയോടൊപ്പം, രാഹുൽ ഗാന്ധിക്ക് വേണ്ടി, രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ വേണ്ടി, ഈ രാജ്യത്ത് ഐക്യമുണ്ടാകാൻ വേണ്ടി 4000 കിലോമീറ്റർ അതേപോലെ നടന്ന വ്യക്തിയാണ്. ഈ പാർട്ടി എന്റെ ജീവനാണ്. എന്റെ പിതാവിന്റെ ജീവനായിരിക്കുന്ന പോലെ തന്നെ പാർട്ടി എന്റെ ജീവനാണ്. അപ്പോൾ എന്റെ പിതാവിനെ ആക്ഷേപിക്കുമ്പോൾ അത് കോൺഗ്രസ്സുകാരെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ വളരെ വിഷമത്തോടാണ് ചില കമന്റുകൾ കാണുന്നത്. കോൺഗ്രസ്സുകാർ ചെയ്തില്ല എന്നുള്ളതാണ് എന്റെ ഉച്ച വിശ്വാസം. കോൺഗ്രസിന്റെ പേരിൽ മറ്റുള്ളവർ ചെയ്യുന്ന എനിക്കാനേ വഴിയുള്ളൂ. ഇത് ശരിയായിട്ടുള്ള ഒരു നിലപാടല്ല എന്ന് ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു. നമുക്ക് അതുകൊണ്ട് തന്നെ അസഹിഷ്ണുത പാടില്ല. ഗാന്ധി കാണിച്ചെന്ന മാർഗം അസഹിഷ്ണുതയല്ല, സ്നേഹത്തിലെയാണ്. ഞാനിതിലെ ഇവിടെ വന്നതിന് ശേഷം, ലാൻഡ് ചെയ്തതിനു ശേഷം ഞാൻ ആദ്യം പോയത് വീട്ടിലാണ്. അതിനുശേഷം പോയത് ഞാൻ ശിവഗിരിക്കാണ് പോയത്. ആ ശിവഗിരിക്കുന്നിൽ ഗുരുദേവന്റെ അനുഗ്രഹത്തിലേക്കാണ് ഞാൻ അവിടെ എത്തിയത്. കാരണം ആ ഗുരുദേവൻ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ലോകം മുഴുവൻ പോയി ആ പരിശുദ്ധ പിതാവിനെ കാണുവാനും ആ സന്ദേശം എത്തിക്കുവാനും സാധിച്ചത്. ആ ഗുരുവാണ് എന്നെ നയിക്കുന്നത്. ഗുരുദേവന്റെ അനുഗ്രഹം ചെറുതാൻ പറയുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്ന വാചകം ഞാൻ എന്നാണ് ശ്രദ്ധിക്കുന്നത്. ഈ ഗുരുദേവൻ പറഞ്ഞിരിക്കുകയാണ്, യേശുക്രിസ്തുവിനെ പോലെ
നിങ്ങൾ പേഷ്യൻസ് ഉള്ളവരായിരിക്കുക. ഇത് നിങ്ങളുടെ വാക്കുകളാണ്. ആ വാക്കുകൾ എന്നെ പിടിച്ച് വീണ്ടും ഒന്ന് വെച്ചു. അതേപോലെ ഞാൻ പേഷ്യന്റ് ആണോ അല്ലാതെ പറയുന്നു. അതാണ് നമ്മളെല്ലാം ആവാൻ ശ്രമിക്കേണ്ടത്. പരസ്പരം ക്ഷമിക്കുവാൻ സഹിക്കുവാൻ. ഞാൻ ആരോട് വിരോധം വെച്ച് കൊടുക്കുന്നത്, പക്ഷേ എന്റെ പിതാവിന് നിങ്ങൾ കോൺഗ്രസ്സുകാരാണെങ്കിൽ ഇത് ചെയ്യില്ല എന്നുള്ളതാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. ഞാൻ ആ വിഷയത്തിൽ നിശ്ചിത വഴിമാറി പോയെങ്കിലും അത് എന്റെ പിതാവിനെ ഞാൻ അത്രയും സ്നേഹിക്കുന്നതുകൊണ്ടാണ്. നിങ്ങളെങ്ങനെയാണ് സ്നേഹിക്കുന്നത്? എനിക്കറിയാം, പുതുപ്പള്ളിയിലെ ഓരോ സാധാരണക്കാരനും, പുതുപ്പള്ളി മാത്രമല്ല കേരളത്തിലെ ഓരോ സാധാരണക്കാരനും അദ്ദേഹത്തെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് എന്നെ ജയിപ്പിച്ചത്. എനിക്ക് വേണ്ടി പാർട്ടിക്കാർ ഇവിടെ നിന്നത്, കോൺഗ്രസ്സുകാര് ഇവിടെ വന്നത് ഉമ്മൻചാണ്ടിയോടുള്ള സ്നേഹം കൊണ്ടാണ്. ആ സ്നേഹം നിങ്ങൾ ഒരിക്കലും നടക്കില്ല. എനിക്ക് ലോകത്ത് എവിടെ പോയാലും കിട്ടുന്ന അംഗീകാരം ഉമ്മൻചാണ്ടിയുടെ മകനെന്ന പേരിലാണ്, എന്റെ പേരിലല്ല. യാഥാർത്ഥ്യം അത് അദ്ദേഹത്തെ പരമാവധി നമ്മൾ സംരക്ഷിക്കാൻ ശ്രമിച്ചതാണ്. അതിന് ഞാൻ കുറെ കുറ്റം കിട്ടും. എന്റെ പിതാവിന്റെ മരണത്തിൽ പോലും ഒന്ന് ദുഃഖിക്കാൻ പോലും അവസരത്തില്ല. അദ്ദേഹത്തിന്റെ രോഗത്തിൽ പോലും ഇവിടെ വാർത്ത ഉണ്ടാക്കിയവർ ഞാൻ പോകുന്നില്ല. ഞാൻ വൈകാരികമായിരിക്കും. അതുകൊണ്ട് ഈ പാർട്ടി അതുപോലെ തന്നെ എന്റെ ജീവൻ വരെ പറയാം. പക്ഷെ കോൺഗ്രസ്സുകാരെ തന്നെ ഇരിക്കും, കോൺഗ്രസ്സുകാരെ തന്നെ ഒഴിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആരും പറഞ്ഞിട്ടാലും അങ്ങനെ പോകുന്നതല്ല. ഇതല്ല, നിങ്ങൾക്ക് വേണം പോകുന്നത്. പ്രിയപ്പെട്ടവരെ, കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ